സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പൊതുവിദ്യാലയങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. LSS, USS പരീക്ഷാ വിജയികൾക്ക് സ്കോളർഷിപ്പ് തുക മുടങ്ങിയിട്ട് വർഷങ്ങൾ. 8 കോടിയോളം രൂപയാണ് വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ളത്. മുൻവർഷങ്ങളിലെ വിജയികളുടെ സർട്ടിഫിക്കറ്റ് പോലും സ്കൂളിൽ എത്തിച്ചിട്ടില്ല. LSS ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപയും USS ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1500 രൂപയുമാണ് സ്കോളർഷിപ്പ് നൽകേണ്ടത്. 2020 LSSന്റെ എക്സാം നടന്നത്. അപ്പോൾ എൻ്റെ മകൾ 4ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓരോ വർഷവും 1000 രൂപ വെച്ച് 3 വർഷം കിട്ടുന്ന സ്കോളർഷിപ്പാണ്. കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയത്. 3 പ്രാവശ്യം ഇതിൻ്റെ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷയും കൊടുത്തിരുന്നു. സുനിഷ എല്ലൂർ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് സുനിഷ എല്ലൂർ. സാധാരണഗതിയിൽ LP സ്കൂളിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ എഴുതുന്ന LSS പരീക്ഷയും അതുപോലെ തന്നെ UP സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതുന്ന USS പരീക്ഷയും, ഇതിന് രണ്ടിനും പരീക്ഷ എഴുതി വിജയിച്ചു കഴിഞ്ഞാൽ ആ സ്കോളർഷിപ്പ് തുക കയ്യിൽ കിട്ടുന്നതൊക്കെ ഒരുപാട് ആവേശത്തോടെ നോക്കിയിരുന്ന ഒരു കുട്ടിക്കാലം സുനിഷയ്ക്കും ഓർമ്മയുണ്ടാകുമല്ലോ. എനിക്കതാണ് ഓർമ്മ വന്നത് ഈ വാർത്ത കണ്ടപ്പോൾ. ആ കുട്ടികൾക്ക് ഹൈസ്കൂൾ ആയാലും ഈ തുക കിട്ടില്ല എന്നതാണോ നിലവിലെ അവസ്ഥ സുനിഷ? സുജയ, അത് തന്നെയാണ് നിലവിലെ അവസ്ഥ. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ചയാണ് LSSന്റെയും USSന്റെയും ഒക്കെ പരീക്ഷ കഴിഞ്ഞത്. പക്ഷേ പരീക്ഷ കഴിഞ്ഞെങ്കിലും 4 വർഷം മുമ്പേ പരീക്ഷ എഴുതിയവർക്ക് പോലും ഇപ്പോഴും സ്കോളർഷിപ്പ് തുക ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷമൊക്കെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആ സമയത്ത് സർക്കാർ, ഈ വിദ്യാഭ്യാസ വകുപ്പ് ഒരു പരിശോധന നടത്തുകയും ഈ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് 29,000 പേർക്ക് ഇങ്ങനെ സ്കോളർഷിപ്പ് നൽകുന്നൊരു കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സുജി, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വർഷം തന്നെ 20,000-ൽ അധികം കുട്ടികളാണ് ആ പരീക്ഷ ഈ സ്കോളർഷിപ്പ് നേടുന്നത് എന്നതാണ്. ഇത്തവണ മാത്രം ഈ 10,000-ലധികം കുട്ടികൾ, 10,500-ലധികം കുട്ടികൾ USSഉം 10,300-ലധികം കുട്ടികൾ LSSഉം നേടിയിട്ടുണ്ട് എന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ 4 വർഷം മുമ്പേ പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ തന്നെയും ഇപ്പോഴും ഈ സ്കോളർഷിപ്പ് തുകയ്ക്കായി കാത്തിരിക്കുന്നു എന്നതാണ്. നിലവിലൊരു കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ 8 കോടിയിലധികം രൂപ ഈ സ്കോളർഷിപ്പ് ഇനത്തിൽ മാത്രം വിദ്യാഭ്യാസ വകുപ്പിന് നൽകാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും അധ്യാപകരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് പോലും, കഴിഞ്ഞ വർഷം പരീക്ഷ കഴിഞ്ഞ കുട്ടികളുടെ ഈ സ്കോളർഷിപ്പ് സർട്ടിഫിക്കറ്റ് പോലും സ്കൂളിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സുജയ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതുന്നു, ആവേശത്തോടെയാണ് LSSഉം USSഉം ഒക്കെ കുട്ടികൾ പഠിക്കുന്നത്. ഈ സ്കോളർഷിപ്പ് തുക ഒരുപക്ഷെ ഈ LSSന് 1000 രൂപയും USSന് 1500 രൂപയുമാണ് തുക. പക്ഷേ അവർ എക്സാം എഴുതി കിട്ടുന്ന സ്കോളർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ അത് വാങ്ങാനുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കുട്ടികളൊക്കെയും ഈ പരീക്ഷ എഴുതുകയും ചെയ്യുന്നത്. പക്ഷേ അവർക്കൊന്നും ഈ തുക കിട്ടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഈ USS എക്സാം എഴുതിയ കുട്ടികൾ ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. +1, +2-ൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇവർ പറയുന്നത് നേരത്തെ 8ാം ക്ലാസ്സിലൊക്കെ എഴുതിയ പരീക്ഷയ്ക്കുള്ള സ്കോളർഷിപ്പ് തുക ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നതാണ് പറയുന്നത്. സർക്കാരിനോട് ചോദിക്കുമ്പോൾ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ്. എല്ലാ അതിന്റെ ഗഡുക്കൾ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു. അത് മാസാമാസം കൊടുക്കുന്ന 1600 രൂപയാണ്. പക്ഷേ ഇത് ഒരു വർഷം അവർക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു വർഷത്തെ പരീക്ഷാ വിജയിക്ക് ഒരാൾക്ക് 1000-ഉം 1500-ഉം വീതം കൊടുക്കുന്നതാണ്. അതിങ്ങനെ മുടക്കിയിടുന്നത് ശരിയാണോ എന്ന് തന്നെ നമ്മൾ സർക്കാർ സംവിധാനങ്ങളോട് ചോദിക്കണം. കാരണം കുഞ്ഞുങ്ങളാണ്, ഇളം മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റെന്ത് കൊടുത്താലും, ഇപ്പോൾ മാതാപിതാക്കളുടെ കയ്യിലൊക്കെ അതിലും കൂടുതൽ തുക ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുണ്ടാകും. പക്ഷേ അവർ പരീക്ഷ എഴുതി അവർ സ്വന്തമാക്കുന്ന സ്കോളർഷിപ്പ് തുക എന്ന് പറയുമ്പോൾ നമുക്കായാലും ആ തുക കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നില്ലേ സുനിഷ? ഉറപ്പായിട്ടും സുജ, അത് തന്നെയാണ്. അതായത് ഒരു LSS പരീക്ഷ ഉണ്ടെന്ന് പറയുന്നു, അപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്നു കുട്ടികൾ. അതൊരു മത്സരം എന്നതിനപ്പുറം ഈ ഒരു സ്കോളർഷിപ്പ് നേടാൻ അത് എങ്ങനെ നമ്മളായി പഠിച്ച് സമ്പാദിക്കുന്ന ഒരു തുക എന്നുള്ളത് തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് LSSഉം USSഉം ഒക്കെ കുട്ടികൾ എഴുതുകയും ഈ സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ വളരെ കൂടുതൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ തുക കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വർഷമല്ല, ഒരു വർഷം കഴിയുന്നു, 2 വർഷം, 3 വർഷം, 4 വർഷം കൊടുക്കുന്നുണ്ടോ? സർട്ടിഫിക്കറ്റ് എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതെങ്കിലും കാണാമായിരുന്നു. ഉറപ്പായിട്ട് സുജിയ, നേരത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യമൊക്കെ കൃത്യമായി തന്നെ സർട്ടിഫിക്കറ്റ് സ്കൂളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഈ LSS USS എഴുതിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്നതാണ് ചില അധ്യാപകർ അറിയിക്കുന്നത്. ഒരു സ്കൂളിൽ തന്നെ സ്കോളർഷിപ്പ് നേടുന്ന നിരവധി കുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളാകുമ്പോൾ അവിടേക്ക് ഈ തുക എത്തുന്നതും ഒപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റ് എത്തുന്നതും അത് ഈ ലാഗ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഈ അധ്യാപകരൊക്കെ തന്നെയും പറയുന്നത്. അതുകൊണ്ട് പലയിടത്തും സർട്ടിഫിക്കറ്റ് എത്താത്ത പ്രശ്നം കൂടിയുണ്ട്. ഈ അധ്യാപകർ നമ്മുടെ കുട്ടികളാണ് ഇപ്പോൾ ഈ വൈകുന്നേരം നമ്മളെ കാണുന്നുണ്ട് അവരെങ്കിൽ അവരോട് കൂടിയാണ് നിങ്ങളുടെ ഈ പ്രശ്നം നമ്മൾ ശ്രദ്ധയിൽ കണ്ടപ്പോൾ തന്നെ അത് ബന്ധപ്പെട്ട അധികൃതരിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ വാർത്തയിൽ നമ്മൾ നിന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കാൻ നമ്മളും ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ.